ഫേസ് കണ്ടിട്ട് എന്തെങ്കിലും ചേഞ്ച് തോന്നുന്നുണ്ടോ? പഴയ വീഡിയോസും ഇപ്പോഴത്തെ യൂട്യൂബിലെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കണ്ടിട്ട് എന്ത് ചേഞ്ചാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതൊന്ന് പറഞ്ഞേക്കാം കേട്ടോ. കാരണം ഫേസിൽ നമ്മൾ ഡെയിലി മസാജും ഫേസ് യോഗ കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് എന്തെങ്കിലും ചേഞ്ച് എൻ്റെ ഫേസിലുണ്ടോയെന്നൊന്ന് അറിയാനാണ്. ഞാനിന്ന് മിററിൽ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നാറില്ല. അപ്പോൾ നിങ്ങൾ ഡെയിലി കാണുന്നവർ കാണുമ്പോൾ ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റും എന്തെങ്കിലും ഉണ്ടെന്ന്. അതൊന്ന് നോക്കാം. പിന്നെ ഇന്നത്തെ ടിപ്പ് എന്താണെന്നല്ലേ, വേറൊന്നുമല്ല. നൈറ്റ് കിടക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെ ഫേസ് ഒന്ന് ഗ്ലോ ആക്കാം എന്ന് പലരും ചിന്തിക്കുന്നവരുണ്ട്. നമ്മുടെ ഷീലാമ്മയുടെ ട്രിക്ക് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഡെയിലി പരീക്ഷിക്കാം, ഡെയിലി ട്രൈ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഗ്ലിസറിൻ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്നൊരു സാധനമാണ് ഫേസിൽ. ഫേസ് നൈറ്റ് കിടക്കുന്ന ടൈമിൽ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് ഫേസ് വെട്ടായിരിക്കുന്ന ടൈമിൽ നമ്മുടെ ഗ്ലിസറിൻ ഒരു 4-5 ഡ്രോപ്പ് തന്നെ ഗ്ലിസറിൻ ഫേസിൽ അപ്ലൈ ചെയ്യുക. വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ കുറച്ച് അലോവേര, ഒരു 1/4 സ്പൂൺ വരുന്ന അലോവേര, അതോടൊപ്പം തന്നെ ഒരു 6 ഡ്രോപ്പ് വരുന്ന നമ്മുടെ 5-6 ഡ്രോപ്പ് വരുന്ന ഗ്ലിസറിൻ കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത് മാത്രം മതി, വേറൊന്നും ട്രൈ ചെയ്യില്ലെങ്കിൽ ഇത് മാത്രം ട്രൈ ചെയ്യുക. ഫേസിൽ ഒരു ചേഞ്ച് കിട്ടാനും ഗ്ലോ കിട്ടാനും മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാനും ബെസ്റ്റ്. 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. വേറൊന്നും നിങ്ങൾ നൈറ്റ് ട്രൈ ചെയ്യേണ്ട, ഇത് മാത്രം മതി. അതുപോലെ തന്നെ പാച്ച് ടെസ്റ്റ് മറക്കാറ്റ് ചെയ്യുക. ഏത് പ്രോഡക്റ്റ് എത്ര കോസ്റ്റ്ലി ആയാലും ശരിയാണ്, പാച്ച് ടെസ്റ്റ് എടുക്കുക. പ്രോബ്ലം ഉണ്ടോ അവിടെ വെച്ച് നിർത്തുക. പൈസ പോകണമെങ്കിൽ പോട്ടെ, വീണ്ടും കാശ് കൊടുത്ത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ, അപ്പോൾ അത് വെച്ചങ്ങ് നിർത്തുക. പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് പലരും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്താ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തിനാണ് പല ഫാമിലി കാര്യമായാലും പ്രൊഫഷണലി എന്താ ഒന്നും പറയാത്തതെന്ന് പലരുടെയും ചോദ്യം. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്നു, ഡയറ്റ് ചാർട്ടാണ്, പലപ്പോഴും ഡയറ്റ് നോക്കുന്നതുകൊണ്ട് തന്നെ കിച്ചൺ ഡ്യൂട്ടി എൻ്റെ ഫുഡ് ഞാൻ തന്നെയാണ്. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നും എടുക്കാറില്ല, നോർമലി വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ. പിന്നെ 7 days ചലഞ്ചസ് ഞാൻ പല വീഡിയോസിൽ ഇടാറുണ്ട്. അത് ഡെയിലി വരുന്ന എൻ്റെ ജ്യൂസ് ഐറ്റംസ് തന്നെയാണ്. അത് കഴിഞ്ഞ് ബ്ലാക്ക് കോഫി. നിങ്ങളുടെ ബോഡി, അതായത് ഷുഗർ അവോയ്ഡ് ചെയ്യും. നിങ്ങളുടെ ചേഞ്ച് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല, അത്രയും ചേഞ്ച് ആയിരിക്കും എടുക്കുക. അത് കഴിഞ്ഞ് ബ്ലാക്ക് കോഫി, ഒരു 8:30 ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് അതിലൂടെ ഉൾപ്പെടുത്താം, എന്താണ് കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പ്രോട്ടീൻ ഐറ്റംസ് വരുന്ന എല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഓഫീസിൽ പോകുന്നു, പ്രൊഫഷണലി അറിയാം, പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞാനങ്ങനെ പറയാതിരിക്കണം. മിക്കവാറും വീഡിയോസ് ഉണ്ടെങ്കിൽ പലരും അറിയാമെന്ന് വെച്ചാൽ ലോയറാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് വീഡിയോ എടുക്കുക വെച്ചാൽ നടക്കാത്ത കാര്യമാണ് കേട്ടോ. ഒന്നാമത് കോർട്ടിലെ റെസ്ട്രിക്ഷനാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അവിടെ എവിടെയും ചെന്ന് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതല്ല, അല്ലാതെ വീഡിയോസ് എടുക്കാറില്ല, ഞാൻ എടുക്കാറില്ല. എന്താ പറയുക, അപ്പോൾ അതിനിടയിൽ വീഡിയോസ് എടുക്കുന്ന ബുദ്ധിമുട്ട്. പിന്നെ ഈ ഒരു സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കോഴ്സായിട്ട് പഠിച്ചിട്ടുണ്ട്. വിമൻസ് കോളേജിൽ പഠിച്ചു, ഇൻട്രസ്റ്റ് ഉണ്ട്. പ്രൊഫഷണലി ഒരു എന്താ പറയുക, കുറച്ച് നാൾ പാർലറിൽ പോയി പ്രാക്ടീസ് ചെയ്തു, അതും ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സ്കിൻ കെയർ ഞാൻ കെമിക്കൽ വേസ്റ്റ് അവോയ്ഡ് ചെയ്ത് നോർമലി നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാറുള്ളത്. അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ സ്കിന്നിലായാലും എന്താ പറയുക ഇതിലായാലും കെമിക്കൽ സാധനം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും നിങ്ങളുടെ സ്കിന്ന് നന്നായിരിക്കും, ഹെൽത്തും നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം. പിന്നെ വൈകുന്നേരം വന്നിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്, ആ കാര്യങ്ങൾ ഒരു 1 hour. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു 8:30 to 9:30 ഫേസ് യോഗ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ചാണ് ഞാൻ ചോദിച്ചത്. ഫേസ് യോഗ കൊണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നോർമൽ മസാജ് മാത്രമേ നേരത്തെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫേസ് യോഗ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യം. പിന്നെ ഈ ഒരു വീഡിയോ ടൈം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ നടക്കുന്നു. സ്കിൻ കെയർ എല്ലാവർക്കും ഒരു ദിവസം വീഡിയോ ഇടാകുമ്പോൾ പലരുടെയും ചോദ്യം എന്ത് വെച്ച് ഇന്ന് വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ, കാണാനില്ലല്ലോ, എന്താണെന്ന് ചോദ്യം വരുമ്പോഴാണ് അവർ ചോദിക്കുന്ന ഡൗട്ടിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കും പ്രോബ്ലം ഇല്ല, കേൾക്കുന്നവർക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തില്ല എന്ന് പരാതിയും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ വരുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഡെയിലി വെള്ളം നന്നായിട്ട് കുടിക്കുക. വെയിറ്റ് എത്രയാണോ വരുന്നത് അതനുസരിച്ച് വെള്ളം കുടിക്കുക. ഇപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് 150 to 50 ആ ഒരു ഹൈറ്റ് എനിക്ക് എടുത്തത്. ഹൈറ്റ് അത്ര ഹൈറ്റൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കും. വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നാളെ തൊട്ട് ഇനി വെയിറ്റ് കുറയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. നാളെ വീണ്ടും ഫുഡ് മാക്സിമം കൺട്രോൾ ചെയ്ത് ആ രീതിയിൽ പോവുക. നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഷുഗർ ഉറപ്പായിട്ടും കുറയ്ക്കുക, ജങ്ക് ഫുഡ് കുറയ്ക്കുക, ഇത്രയുമാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ അത് ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഡയറ്റീഷ്യൻ പറഞ്ഞതാണ് നോർമലി ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നവരാണെങ്കിൽ ഒരു 15 to 20 minutes ഇട്ട് കുതിർത്തതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. അതോടൊപ്പം ഇന്നത്തെ ടിപ്പും കൂടെ മറക്കരുത്, അതും കൂടെ നോക്കിയാണ് കേട്ടോ.
സ്കിൻ ഗ്ലോയ്ക്ക് പറ്റിയൊരു ബെസ്റ്റ് വണ്ണാണ്.